നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 31 വ്യാഴം. മിഥുൻ്റെ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം. ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ മാതാപിതാക്കൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകും. മുണ്ടക്കൈ പുനരധിവാസത്തിന് കൂടുതൽ വേഗം. ടൗൺഷിപ്പ് പദ്ധതിയിൽ 49 കുടുംബങ്ങൾ കൂടി. ദുരന്തബാധിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ടൗൺഷിപ്പ് മാതൃകയിൽ വീട്. പുത്തുമലയിൽ ദുരന്ത ബാധിതരെ അടക്കം ചെയ്ത സ്ഥലത്ത് സ്മാരകം. 99.93 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു. സൗജന്യ ചികിത്സ ഡിസംബർ 31 വരെ. സൗജന്യ ചികിത്സാ സഹായത്തിന് 6 കോടി രൂപ. ഉപജീവനമാർഗം നഷ്ടപ്പെട്ട സംരംഭകർക്ക് നഷ്ടപരിഹാരം. മാനദണ്ഡം നിശ്ചയിക്കാൻ ഉന്നതതല സമിതി. മുണ്ടക്കൈ ദുരന്തബാധിതരായ 49 കുടുംബങ്ങളെ കൂടി വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുടെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇതടക്കം മുണ്ടക്കൈ വിലങ്ങാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൂടുതൽ നടപടി സ്വീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുണ്ടക്കൈ ദുരന്തബാധിതരായ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ 5 ഹെക്ടർ ഭൂമിക്ക് നൽകുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ വയനാട് കളക്ടർക്ക് നിർദ്ദേശം നൽകി. വിലങ്ങാട് ദുരന്തബാധിതർക്കും നഷ്ടപരിഹാരം. മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് അനുവദിച്ചതിന് സമാനമായ നഷ്ടപരിഹാരം വിലങ്ങാട് ദുരന്തബാധിതർക്കും അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉപജീവന നഷ്ടപരിഹാരം അനുവദിക്കുക. ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായവും അനുവദിക്കും. സന്തോഷ കാഴ്ചയായി വീട്. മുണ്ടക്കൈ ദുരന്തത്തിന്റെ 1ാം വർഷത്തിൽ ഒത്തുചേർന്ന് ദുരിതബാധിതർ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഉരുൾ അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കിയ മാതൃകാ വീട്ടിൽ മന്ത്രിമാരായ OR കേളുവിനെയും K രാജനെയും കണ്ട മാത്രയിൽ മുണ്ടക്കൈയിലെ കാക്കത്തോട് സുൽത്താൻ ചോദിച്ചു. ഇട്ട വസ്ത്രം മാത്രമായി ചുരമല ഇറങ്ങിയവരാ ഞങ്ങൾ. ചേർത്ത് പിടിക്കുമെന്ന് സർക്കാർ വാക്കു പറഞ്ഞെങ്കിലും ഇത്രയും നല്ല വീട് പ്രതീക്ഷിച്ചില്ല. കണ്ടു, മനസ്സ് നിറഞ്ഞു, നന്ദിയുണ്ട്. മറുപടിക്ക് കാത്തു നിൽക്കാതെ സുൽത്താൻ മന്ത്രിമാരെ ഇരുവരെയും വാരിപ്പുണർന്നു. മുണ്ടക്കൈ വാർഷികദിനത്തിൽ അനുസ്മരണത്തിലെത്തിയതാണ് മന്ത്രിമാർ. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് NIAക്ക് വിട്ടു. അനീതി. ഭരണഘടനയെ തുറുങ്കലിൽ അടച്ചു. ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. പ്രത്യേക കോടതിയെ സമീപിച്ചാൽ NIA എതിർക്കും. ജാമ്യം നൽകുന്നത് സർക്കാർ വീണ്ടും എതിർത്തു. ഹൈക്കോടതിയെ സമീപിക്കാൻ കന്യാസ്ത്രീകൾ. സന്യാസിമാരെ അന്യായ തടങ്കലിൽ വെച്ചതിനെതിരെ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി. ജയിലിലടച്ച കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ റാലി. NIA നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയതിനാൽ ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ദുർഗ് സെൻട്രൽ ജയിലിൽ അടച്ച 2 മലയാളി കന്യാസ്ത്രീകളുടെ മോചനം നീളും. മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതര കുറ്റം ചുമത്തിയതോടെ സിസ്റ്റർമാരായ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ ദുർഗ് സെഷൻസ് കോടതി പരിഗണിച്ചില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള അധികാരം NIA പ്രത്യേക കോടതിക്കാണെന്ന് സർക്കാരിന്റെ ബജരംഗദളിന്റെയും വാദം കോടതി അംഗീകരിച്ചു. ഇതോടെ അന്വേഷണവും വിചാരണ NIA ഏറ്റെടുക്കും. പ്രത്യേക കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ NIA എതിർക്കും. വിശദ അന്വേഷണം നടത്തണമെന്ന് വാദിച്ചാൽ മോചനം അനിശ്ചിതമായി നീളും. ജാമ്യം നിഷേധിച്ചതോടെ കോടതി പരിസരത്ത് ബജരംഗദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. കേരളത്തിനും ജനപ്രതിനിധികൾക്കും മാധ്യമങ്ങൾക്കും എതിരെ പ്രകോപന മുദ്രാവാക്യം മുഴക്കി.
ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച് ഇടതുപക്ഷ സംഘം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളെയും ആദിവാസി യുവതികളുടെയും ബന്ധുവായ യുവാവിനെയും ദുർഗിലെ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ച് ഇടതുപക്ഷ പ്രതിനിധി സംഘം. മുതിർന്ന CPIM നേതാവ് ബൃന്ദ കരട്ട്, CPI നേതാവ് ആനി രാജ, MP മാരായ കെ രാധാകൃഷ്ണൻ, A.A. റഹീം, ജോസ് കെ മാണി, P.P. സുനിൽ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കേരളത്തിന് പുറത്ത് ഇടതുപക്ഷം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികളായാലും മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും അവരോട് ചോദിക്കുകയാണ്, ഈ പറയുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ ഉണ്ട്, ഭരണമല്ല. എന്നാൽ ഈ പാവത്തുങ്ങളുടെയും വേദനിക്കുന്നവരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നിടത്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. അല്ലാതെ ഭരണം കയ്യിലുണ്ട് എന്നുള്ളത് ഒരു പ്രസക്തിയേ അല്ല. ഭരണമുള്ളവരാണല്ലോ ഈ കാട്ടാളത്തരം കാണിക്കുന്നത്. അങ്ങനെ ട്രംപ് എന്ന ഫ്രണ്ട് ഇന്ത്യക്ക് 25% തീരുവയും പിഴയും ചുമത്തി. നാളെ മുതൽ തീരുവ പ്രാബല്യത്തിൽ. റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് വിമർശനം. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന ഫ്രണ്ട്. ആഗസ്റ്റ് 1 മുതൽ അധിക തീരുവ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഭീഷണി. ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകൾ കാരണം ഏതാനും വർഷമായി ഇന്ത്യയുമായി വളരെ കുറഞ്ഞ വ്യാപാരമേ നടത്തിയിട്ടുള്ളൂ. ഇന്ത്യ സൈനികോപകരണങ്ങൾ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഉക്രൈനിലെ കൊലപാതകങ്ങൾ റഷ്യ നിർത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ചൈനയ്ക്കൊപ്പം റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നു. ഇത് നല്ലതിനല്ല. അതിനാൽ ആഗസ്റ്റ് 1 മുതൽ ഇന്ത്യ 20% തീരുവയും മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പിഴയും നൽകേണ്ടി വരും, ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 27% നികുതി ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പാക്കിയില്ലായിരുന്നു. വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ച തുടർന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല. സർക്കാരുമായി ഗവർണർ സഹകരിക്കണം. സ്ഥിരം VC-മാരെ നിയമിക്കണം. 6 മാസം താൽക്കാലിക VC ആകാം. ന്യൂഡൽഹി. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി. ആൾറെക്കർ ഇവിടുത്തെ BJP ഗവർണർ, ഇവിടുത്തെ സംഘി ഗവർണർ, ഇവനൊക്കെ കേരളം മുടിപ്പിക്കാമെന്ന് വിചാരിച്ചിങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് വിട്ടിരിക്കുക. കേരള സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിച്ചേ തീരൂ. ഇതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും ചാൻസലർ കൂടിയായ ഗവർണർ സഹകരിക്കണമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവർ നിർദ്ദേശിച്ചു. ഓർമ്മപ്പൂക്കൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ 1-ാം വാർഷികത്തിൽ പുത്തുമല ഹൃദയഭൂമിയിലെ കല്ലറകളിൽ പൂക്കളർപ്പിക്കുന്ന ബന്ധുക്കളും നാട്ടുകാരും. ഉപ്പഷഹാന്റെ കുഴിമാടത്തിൽ പൂക്കൾ വയ്ക്കുന്ന സൈനം നൈസമോൾ. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, സെക്രട്ടറി VK സനോജ് എന്നിവർ സമീപം. സനോജിനും വസീഫിനുമൊപ്പം പൂക്കളുമായി നൈസ. ഉപ്പതൻ നെഞ്ചിലൊരു ഉമ്മ. ഉമ്മു ഹബീബ. മുണ്ടക്കൈ ചൂരൽമല അനുസ്മരണത്തിൽ പുത്തുമല പൊതുശ്മശാനത്തിൽ നിന്ന്. മകൻ്റെ കുഴിമാടത്തിന് അരികിലിരുന്ന് കരയുന്ന അമ്മ പാപ്പാത്തി. ഭർത്താവ് പളനിച്ചാമിക്കൊപ്പമാണ് ഇവരെത്തിയത്. മുണ്ടക്കൈ ചൂരൽമല അനുസ്മരണത്തിൽ മന്ത്രിമാരായ കെ രാജൻ, OR കേളു, PA മുഹമ്മദ് റിയാസ് എന്നിവർ പുത്തുമല പൊതു ശ്മശാനത്തിൽ. പുതുവീട് ഞങ്ങളുടെ ആദ്യ വീട്.
ജീവിതം സാക്ഷി. പുതിയ ഭൂമിയിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ മുളപൊട്ടുകയാണ്. സ്വപ്നങ്ങൾ മേലാപ്പ് ചാർത്തിയ വാനിലേക്ക് പുഞ്ചിരിപ്പൂക്കൾ ചിറകടിച്ചുയരുന്നു. ജീവിതത്തിൻ്റെ നേരനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ജനതയുടെ ഹൃദയത്തിലുണ്ട് അതിജീവിക്കാൻ കരുത്തും കരുതലുമേകിയ ഭരണ സംവിധാനത്തോട് തീരാത്ത നന്ദി. ഏത് കുപ്രചരണങ്ങളുടെ കുത്തൊഴുക്കിലും അടിയുറച്ച ബോധ്യമായി സത്യം തെളിഞ്ഞു നിൽക്കുന്നു. കേന്ദ്ര സർക്കാർ നയാ പൈസ തരാതെ നിർദ്ദയം കൈയൊഴിഞ്ഞിട്ടും അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തോടും പ്രതികാര നടപടികളോടും പടവെട്ടിയാണ് സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ഉയർപ്പിന് കരുത്തേക്കിയത്. ജനകീയ പ്രതിബദ്ധതയിൽ ഊന്നിയ ആശയ അടിത്തറയിലുറച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ പിൻബലം അതിജീവന പോരാട്ടത്തിൻ്റെ കൊടിയ വേനലിൽ തണലൊരുക്കുന്നു. പ്രതിസന്ധികളിലെല്ലാം കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ് CPIM-ഉം വർഗ ബഹുജന സംഘടനകളും. ഓക്കിയിലും കേന്ദ്രം കൈയൊഴിഞ്ഞു, ജീവിതം കരക്കടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം മുട്ടത്തറയിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫ്ലാറ്റ്. കേന്ദ്ര സംഘം അടിയന്തര സഹായമായി 416 കോടി രൂപ ശുപാർശ ചെയ്തിട്ടും 111 കോടി മാത്രമാണ് അനുവദിച്ചത്. കേന്ദ്ര വിഹിതം ലഭിക്കാഞ്ഞിട്ടും മത്സ്യമേഖലയുടെ സമഗ്ര വികസനത്തിന് 2000 കോടിയുടെ പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. തല്ലിച്ചതച്ചിട്ടും കടമ മറന്നില്ല. നേതാക്കളെ കരുണാകരൻ എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ചു. DYFIയെ കണ്ടുപിടിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ പന്തളം സുധാകരനെ കരുണാകരൻ ഉപദേശിച്ചു. അതെ, അന്നും DYFIയെ കണ്ടു തന്നെ പഠിക്കണമെന്നാണ് കോൺഗ്രസും ഊത്തന്മാരോടും പറഞ്ഞിട്ടുള്ളത്. ഇന്നും അത് തന്നെയാണ് കോൺഗ്രസും ഊത്തന്മാരോടും പറയുന്നത്. ഇത് കണ്ട DYFI നേതാക്കൾ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രി കരുണാകരന് കൈമാറുന്നു. ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോഴൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന വിവരം കേട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇതൊക്കെ മനസ്സിലാകുമോ എന്തോ. അന്നത്തെ DYFI നേതാക്കളാണ് S. ശർമ്മ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ ടീംസ് നിൽക്കുന്നത് കണ്ടോ. ദേശാഭിമാനി എഡിറ്റോറിയൽ. ഇന്ത്യയുടെ വിജയക്കളങ്ങൾ. പടയോട്ടങ്ങളുടെ കളിയാണ് ചെസ്. ആനയും തേരും കുതിരയും കാലാളും മുഖാമുഖം നിൽക്കുന്ന പോര്. പടനിലങ്ങൾക്ക് പകരം 64 കളമാണ്. അവിടെയാണ് യുദ്ധം ശരിക്കും തലച്ചോറ് കൊണ്ടുള്ള കളി. അതിന് ക്ഷമയും ഏകാഗ്രതയും തെളിഞ്ഞ ചിന്തയും വേണം. ആ കളിയിൽ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തിയായി മാറിയിരിക്കുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും റഷ്യയും ചൈനയും ആധിപത്യം ഉറപ്പിച്ചിരുന്ന വിജയക്കളങ്ങളിലേക്കാണ് ഇന്ത്യയുടെ സുവർണ തലമുറയുടെ വരവ്. 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥ് ആനന്ദ് നയിച്ച ചെസ് വിപ്ലവത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കൊയ്തെടുക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദിവ്യ ദേശ്മുഖ് എന്ന 19കാരിയുടെ ലോകകപ്പ് നേട്ടം. കഴിഞ്ഞ വർഷം 18-ാം വയസ്സിൽ D. ഗുകേഷ് ലോക ചാമ്പ്യനായ ശേഷമുള്ള മറ്റൊരു നാഴികക്കല്ല്. മനോരമ കഴിഞ്ഞാൽ നെറികേടിൻ്റെ മറ്റൊരു പത്രമാണ് മാതൃഭൂമി. അതെ, കേന്ദ്ര സർക്കാരിന് പാദസേവ ചെയ്യുന്ന മാതൃഭൂമി. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കാൻ കരിവാരിത്തേക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സമാനതകളില്ലാത്ത പുനരധിവാസ പ്രവർത്തനങ്ങളെ. മാതൃഭൂമിയുടേത് നെറികെട്ട മാധ്യമ പ്രവർത്തനത്തിൻ്റെ വികൃതമുഖം. 55.2% പേരും പുനരധിവാസ നടപടികളിൽ പരിപൂർണ തൃപ്തരെന്ന സ്വന്തം സർവേയും മറച്ചുവെച്ചു. പരാതി പിൻവലിക്കാൻ ലീഗ് നേതാക്കളുടെ ഭീഷണി. ജില്ലാ പഞ്ചായത്തിൽ ബിനാമി കരാർ സ്വന്തമാക്കി നിക്ഷേപം സ്വീകരിച്ച നേതാക്കൾ കോടികൾ തട്ടിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയവർക്കെതിരെ ഭീഷണിയുമായി ലീഗ്. കൊള്ളാം.
മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ലീഗ് കൊള്ള. ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ പേരിലും പണം തട്ടി. കൊള്ളാം, മിടുക്കം, എന്തൊരു മുസ്ലിം സ്നേഹം. ആയുർവേദ പ്രതിരോധ മരുന്ന് നൽകാൻ ജില്ലാ പഞ്ചായത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചാണ് പണം തട്ടിയത്. ട്രഷറിയിൽ നിന്ന് ബിൽ പാസ്സാകുമ്പോൾ ലാഭവിഹിതം ഉൾപ്പെടെ മടക്കി നൽകുമെന്നായിരുന്നു വാഗ്ദാനം. വിവിധ പദ്ധതികളുടെ പേരിൽ 25 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പരാതി. മിടുക്കന്മാർ. എന്നാലും പറയുന്നതാണ്, നമ്മൾ സിറാത്ത് പാലം കയറും. നമ്മൾ സിറാത്ത് പാലം കയറാൻ നിൽക്കുന്നവരാണ് നമ്മൾ. ലീഗാണ് പോലും ലീഗ്. മറ്റൊരു ഭയമില്ല മനുഷ്യൻ. ഭയമില്ല, പക്ഷേ ഹിയറിംഗ് പേടിയാണ്. ഹിയറിങ്ങിനെത്താതെ മുങ്ങിയത് 2 തവണ. കുഴൽനാടൻ്റെ ഭൂമി കയറ്റം. ഓന് സ്വന്തമായിട്ട് ഒരു വക്കീൽ ഓഫീസ് വരെ ഉള്ളതാണ്. അത് ഓർത്തോണം. ചിന്നക്കനാലിൽ സർക്കാർ മിച്ചഭൂമി കയ്യേറിയ മാത്യു കുഴൽനാടൻ MLA റവന്യൂ വകുപ്പിൻ്റെ ഹിയറിങ്ങുകളിൽ ഹാജരാകാതെ ഉരുണ്ട് കളിക്കുന്നു. ഭയമില്ല, ഏത് അന്വേഷണമാവും സഹകരിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും ഹിയറിങ്ങിനെത്താൻ എന്തോ ഒരു ധൈര്യമില്ലായ്മ. KPCC ജാഥയുടെ കാരണം പറഞ്ഞാണ് ആദ്യ ഹിയറിങ്ങിൽ നിന്ന് മുങ്ങിയത്. കോൺഗ്രസ് മുൻ MLA മരിച്ചതിൽ പങ്കെടുക്കാനാവില്ലെന്ന് പറഞ്ഞ് രണ്ടാമതും മുങ്ങി. ആഗസ്റ്റ് 19 ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇനി എത്തിയില്ലെങ്കിൽ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് നോട്ടീസ് നൽകും. വാദം കേട്ട ശേഷമാകും നടപടി. കള്ളി പൊളിഞ്ഞു. ചാനൽ ചർച്ചയ്ക്കിടെ മുങ്ങി മാങ്കൂട്ടത്തിൽ. കള്ളം പൊളിഞ്ഞപ്പോൾ ചാനൽ ചർച്ചയിൽ നിന്ന് മുങ്ങി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചർച്ചയിൽ ഉന്നയിച്ച കള്ളം DYFI നേതാവ് JC തോമസ് തുറന്നു കാട്ടിയതോടെയാണ് മറുപടി കേൾക്കാൻ നിൽക്കാതെ രാഹുൽ മുങ്ങിയത്. UDF ഭരിച്ച ഏതെങ്കിലും കാലയളവിൽ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ആർക്കെങ്കിലും ഒരു ഉരുള ചോറെങ്കിലും പ്രതിപക്ഷത്തിന് ആയിരുന്ന CPIമോ പ്രതിപക്ഷ സംഘടനകളോ നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു രാഹുലിൻ്റെ ചോദ്യം. കാശിന് വിവരമില്ലാത്ത ഒരു സാധനമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. കാശിന് വിവരമില്ല. അവൻ വന്നിരുന്ന് പറയുന്ന സർവ്വ കള്ളത്തരങ്ങളും അവൻ്റെ ഈ പറയുന്ന അവൻ്റെ മാനർസം, സംസാരിക്കുമ്പോഴുള്ള അവൻ്റെ മാനർസവും അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനും കണ്ടാൽ അറിയാം. പറഞ്ഞു വെക്കുന്നതെല്ലാം പച്ച കള്ളമാണ്. ഡൽഹി സുർജിത് ഭവനിൽ CPM കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിച്ച VS അനുസ്മരണ യോഗത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി സംസാരിക്കുന്നു. VSനെ അനുസ്മരിച്ച് രാജ്യ തലസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകിയ നേതാവ്. കന്യാസ്ത്രീകൾ ചോദിച്ചു, ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ? വിദേശികളെന്ന് വിളിച്ച് ആക്രമിച്ചതായി കന്യാസ്ത്രീകൾ. നീതി കിട്ടിയ ശേഷം ചായ കുടിക്കാം. ചായ കുടിച്ചിട്ടാണല്ലോ വോട്ട് കൊടുത്ത് വിട്ടത്. ഇനി എന്തോന്ന് നീതിയും, ഇനി എന്തോന്ന് ചായ കുടിയും. കേക്കും കിരീടവുമായി നടന്നവർ മിണ്ടുന്നില്ല. കേന്ദ്രമന്ത്രിമാരുടെ മൗനം ദുഃഖകരം. വർഗീയ ഫാസിസ്റ്റ് അജണ്ട. രാജ്ഭവനിലേക്ക് പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകൾ. ഭരണഘടനയെ മാനിക്കണം, മതസൗഹാർദ്ദം നിലനിർത്തണം. കോടതി മുറ്റത്ത് ബജ്രംഗ് ദൾ അഴിഞ്ഞാട്ടം. കൊള്ളാം. ദുർഗ കോൺഗ്രസ് ഓർക്കുന്നുണ്ടോ ബാഗൽ ഭരണത്തിലെ ക്രൈസ്തവ വേട്ട?
2022 ഡിസംബറിൽ ക്രിസ്മസ് വേളയിൽ ഛത്തീസ്ഗഡിൽ വിവിധ പള്ളികൾ തീവ്രവാദി ഹിന്ദുക്കൾ ആക്രമിച്ചു. കോൺഗ്രസ് ഓർക്കുന്നുണ്ടോ ഈ വേട്ട? കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കൾ ഭൂപേഷ് ബാഗേൽ സർക്കാരിൻ്റെ കാലത്തെ വലിയ ക്രൈസ്തവ വേട്ടകൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. 2022 ഡിസംബറിൽ ക്രിസ്മസ് വേളയിൽ ഛത്തീസ്ഗഡിലെ പല ജില്ലകളിലും തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവരെ വേട്ടയാടി, പള്ളികൾ ആക്രമിച്ചു, ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങൾ തകർത്തു, ക്രിസ്തുമതവിശ്വാസികളായ ആദിവാസികളെ നിഷ്ഠുരമായി വധിച്ചു. അന്നും നിർബന്ധിത മതപരിവർത്തനമടക്കം ആരോപിച്ച് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അഴിച്ചുവിട്ട അക്രമങ്ങൾ തടയാനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഭൂപേഷ് ബാഗേൽ ഒന്നും ചെയ്തില്ല. ക്രിസ്മസ് വേളയിലെ ക്രൂരമായ ക്രൈസ്തവ വേട്ടയെക്കുറിച്ച് CPIM നേതാവ് ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം 2020 ജനുവരി ആദ്യം ഛത്തീസ്ഗഡിലെത്തി. നടപടികൾ സ്വീകരിക്കാതെ കളക്ടർമാരെയും എസ്പിമാരെയും കണ്ട് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ആക്രമണത്തിൻ്റെ ഭീകരതയും അധികൃതരുടെ നിഷ്ക്രിയത്വവും ചൂണ്ടിക്കാട്ടി ബൃന്ദ വിശദമായ നിവേദനം തയ്യാറാക്കി മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗേലിന് നൽകി. മതപരിവർത്തനം നടന്നതിൽ തെളിവൊന്നുമില്ലെന്ന് അതിൽ വ്യക്തമാക്കിയിരുന്നു. ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ബഗേൽ ഉറപ്പു നൽകിയെങ്കിലും പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കസേര തെറിച്ചു. 2022 ഡിസംബറിൽ BJP സർക്കാർ അധികാരമേറ്റതോടെ ക്രൈസ്തവ വേട്ട 10 മടങ്ങ് വർദ്ധിച്ചു. തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പേടി, ഭീതിയുടെ നിഴലിൽ കന്യാസ്ത്രീകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗിലെ കോടതി പരിഗണിക്കുമ്പോൾ വിധി എന്താകുമെന്ന ആകുലതയോടെ കോടതി പരിസരത്ത് കാത്തുനിന്ന സഹപ്രവർത്തകരിലേറെയും സാധാരണ വേഷങ്ങളിലായിരുന്നു. എന്തുകൊണ്ടാണ് സാധാരണ വസ്ത്രങ്ങളിൽ കോടതിയിലെത്തിയതെന്ന് മലയാളികളായ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചു. പേടികൊണ്ട് എന്നായിരുന്നു മറുപടി. തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പേടിയാണ്. ഞങ്ങൾക്ക് ഇവിടെ കോൺവെന്റ് ഇല്ല. കേസിൻ്റെ സ്ഥിതി അറിയാനാണ് 2 ദിവസമായി ഇവിടെ വന്ന് താമസിക്കുന്നത്, സിസ്റ്റർ ആൻസലി ഫ്രാൻസിസ് പറഞ്ഞു. ദുർഗിൽ നിന്ന് 85 കിലോമീറ്റർ അകലെയുള്ള പുഷ്പ ഹോസ്പിറ്റലിലെ ഡോക്ടറും ഇൻചാർജുമാണ് സിസ്റ്റർ ആൻസലി. മേഘാലയയിലെ ഏക കോൺഗ്രസ് MLAയും കൂറുമാറി. ഷില്ലോങ്. മേഘാലയയിലെ ഏക കോൺഗ്രസ് MLAയും ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്നു. പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്ന റോണി വിലോങ്ത് ആണ് മുഖ്യമന്ത്രി കോൺറാഡ് കെ സാങ്മ നയിക്കുന്ന NPPയിലേക്ക് കൂറുമാറി. ഇതോടെ 60 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമില്ലാതായി.